ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ +2 ലെവൽ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് മേടിക്കാൻ മുൻകാല ചോദ്യങ്ങൾ ഇതുവരെ +2 ലെവൽ ഡിഗ്രി ലെവൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ നോക്കുമ്പോൾ ചോദ്യവും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിവരവും ചേർത്ത് പഠിക്കുകയാണെങ്കിൽ അത് ഒരുപാട് സഹായം ആയിരിക്കും. നമുക്ക് മൂന്നാമത്തെ പാർട്ടാണ്, ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ടു ഒക്കുപ്പൈ ദ പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ തന്നിട്ടുള്ള വ്യക്തികളിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയായ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യങ്ങളും മറ്റ് അനുബന്ധ ഘടകങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇവിടുത്തെ ചോദ്യം പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ്. എന്നാൽ പിന്നോക്ക വിഭാഗക്കാരനായ ആദ്യ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി. രണ്ട് ചോദ്യം മാറിപ്പോകരുത്. പിന്നോക്ക വിഭാഗക്കാരനായ ആദ്യ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയും, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗും. ഇനി ന്യൂനപക്ഷ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് VP സിംഗ്. അത് മാറിപ്പോകരുത്. ഇദ്ദേഹം രാജകുടുംബത്തിൽ നിന്നുള്ള ഏക പ്രധാനമന്ത്രിയുമാണ്. ഇപ്പോൾ രാജകുടുംബത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി ചോദിച്ചാൽ VP സിംഗ്. ന്യൂനപക്ഷ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി VP സിംഗ്. പിന്നോക്ക വിഭാഗക്കാരനായ ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ചെയർമാൻ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി, UGC ചെയർമാൻ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി എന്നിവയെല്ലാം ഇതിനോട് അനുബന്ധം ഉള്ളതാണ്. അടുത്ത ചോദ്യം, ദ പവർ ഓഫ് ജുഡീഷ്യറി ഓഫ് ഇന്ത്യ ടു ചെക്ക് ആൻഡ് ഡിറ്റർമിൻ ദ വാലിഡിറ്റി ഓഫ് ലോ ഓർ ആൻ ഓർഡർ മേ ഡിസ്ക്രൈബ്ഡ് ആസ് ദ പവർ ഓഫ്. ഓപ്ഷൻ എ ജുഡീഷ്യൽ റിവ്യൂ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹൂ സർട്ടിഫൈസ് വെദർ എ പർട്ടിക്കുലർ ബിൽ ഈസ് എ മണി ബിൽ ഓർ നോട്ട്. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ആർക്കാണ് അധികാരമുള്ളത്? ഒരു ബില്ല് മണി ബില്ലാണോ അല്ലാത്തതൊന്നോ ആണോ വേർതിരിക്കാൻ അവകാശമുള്ളത് ആർക്കാണ് ചോദ്യം. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഓപ്ഷൻ സി സ്പീക്കർ ഓഫ് ലോക്സഭ. അടുത്ത ചോദ്യം, മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കമന്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ വെരി സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് very heart of it. Under which article of the Constitution of India this statement is commented? Option D, Article 32. ആർട്ടിക്കിൾ 32 എന്താണ്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ്. ഇതിനെ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഈ ആർട്ടിക്കിൾ 32. ഇപ്പോൾ ഭരണഘടനയുടെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചു അംബേദ്കർ ആർട്ടിക്കിൾ 32. അടുത്ത ചോദ്യം, ഹു ഹാവ് ദ പവർ ടു സമൺ എ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ ഇൻ കേസ് ഓഫ് എ ഡെഡ് ലോക്ക് ബിറ്റ്വീൻ ദം ഈസ്. അതായത് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ, രാജ്യസഭയും ലോക്സഭയും വിളിച്ചു കൂട്ടാൻ അധികാരമുള്ളത് ഓപ്ഷൻ ബി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബൈ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A അത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആഡ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 42ാം അമെൻമെൻറ്റ്. അപ്പം മിനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ഈ 42ാം ഭേദഗതിയാണ്. അതും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ കമ്മീഷൻ അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി ദ ക്വസ്റ്റ്യൻ ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് in linguistic basis was under the chairmanship of.
അതായത് സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഭാഷാടിസ്ഥാനത്തിൽ വേണം എന്നുള്ളത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ജസ്റ്റിസ് ഫസൽ അലി കമ്മീഷൻ. അപ്പോൾ ഫസൽ അലി കമ്മീഷൻ പ്രധാനം വർഷം 1953. അവരുടെ കമ്മീഷൻ അനുസരിച്ചാണ് 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്. അതിൽ അദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് ഓപ്ഷൻ എയിലുള്ളത് KM പണിക്കർ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അപ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ഒരാൾ രംഗത്തിറങ്ങി, അതാണ് രംഗനാഥ് മിശ്ര എന്ന് ഓർക്കുക. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. വർഷം കോഡ് ഇതാണ്, ദേവമനു എന്ന് പഠിക്കുക. ദേവമനു. ഈ ദേ ഫോർ ദേശീയ, വാ ഫോർ വനിത, മനു മനുഷ്യാവകാശ കമ്മീഷൻ 92, 93 എന്ന് ഓർക്കുക. വനിതാ കമ്മീഷൻ 92, മനുഷ്യാവകാശ കമ്മീഷൻ 93. ഇതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, certain part of the constitution of India were taken from foreign country constitution. The directive principle of the state policies of the constitution of India was taken from dash constitution. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് ആ ടോണിൽ തന്നെ പഠിക്കുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഐറിഷ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഐറിഷ് എന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, ദ പ്രസൻറ്റ് സ്പീക്കർ ഓഫ് കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇപ്പോഴത്തെ ആരാണ്? പി ശ്രീരാമകൃഷ്ണനാണ്. ഓർക്കുക, പി ശ്രീരാമകൃഷ്ണൻ. അടുത്തിന് 10 ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. ഐ വിൽ മീറ്റ് യു ഡാഷ് ഡൽഹി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ബബിൾ ചെയ്യാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അറ്റും നമ്മൾ എഴുതാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക. കോണ്ടിനെൻറ്റ്സ് കൺട്രീസ്, ക്യാപിറ്റൽ സിറ്റീസ്, ലാർജ് ടൗൺ നമ്മൾ പ്രിപ്പോസിഷനായിട്ട് ഇൻ ഉപയോഗിക്കും. എന്നാൽ ഒരു ചെറിയ വില്ലേജോ ഒരു പ്രോപ്പർ പർട്ടിക്കുലർ പ്ലേസോ പറയുവാണെങ്കിൽ അറ്റ് ഉപയോഗിക്കും. അതിവിടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, യു ക്യാൻ അവെയിൽ ഡാഷ് 15 കാഷ്വൽ ലീവ് ഇൻ എ ഇയർ. ഓഫ് ആണ് ആൻസർ. യു ക്യാൻ അവെയിൽ ഓഫ് 15 കാഷ്വൽ ലീവ് ഇൻ എ ഇയർ. അപ്പോൾ അവെയിൽ ഓഫ് എന്ന് ചേർത്ത് പഠിക്കുക. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ഗിവൺ ബിലോ ഇസ് റോങ്? വെൻ ഐ ടേൺ 45 ഐ വുഡ് ഹാവ് ബീൻ എ കോൾ മൈനർ ഫോർ 22 ഇയേഴ്സ്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ വെൻ ഐ ടേൺ 45 ഇനി നടക്കാൻ പോകുന്നതിലാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഐ വുഡ് വരില്ല, ഐ വില്ലേ വരത്തുള്ളൂ. അടുത്ത ചോദ്യം, ഗുഡ് ആൻഡ് പ്രോംപ്റ്റ് സർവീസ് ഡാഷ് കസ്റ്റമർ ലോയൽറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ, എൻഷുവർ ഉറപ്പുവരുത്തുക. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. ഗുഡ് ആൻഡ് പ്രോംപ്റ്റ് സർവീസ് എൻഷുവേഴ്സ് കസ്റ്റമേഴ്സ് ലോയൽറ്റി. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് അനോമലി? അനോമലി എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കൺസിസ്റ്റൻസി. അപ്പോൾ അനോമലി ഓർക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് കൺസിസ്റ്റൻസി. ഈ ഓപ്പോസിറ്റ് വേർഡെല്ലാം ഇത് അതുപോലെ എഴുതി പഠിക്കുന്നതാണ് നല്ലത്. ഇത് അതുപോലെ ആവർത്തിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ഹി ഡാഷ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. അപ്പോൾ ഇവിടെ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ കീവേഡ് ഡെയിലി ആണ്. അപ്പോൾ ഡെയിലി എന്നതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആകുമ്പോൾ നമ്മൾ ഇവിടെ കാൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഹി കാൾസ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ സൊസൈറ്റീസ് ഈസ്. ഓപ്ഷൻ ഡി ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണം. അതാണ് ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ സൊസൈറ്റീസ്. ദ റൂം ഈസ് ഡാഷ് ദാൻ ദ അതർ. ഓപ്ഷൻ സി വോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വോഴ്സർ എന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പ്രയോഗം ഇല്ല. അപ്പോൾ ദാൻ വരുന്നതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് ഓർക്കാം. അപ്പോൾ വേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കറക്റ്റ് പാസീവ് വോയിസ് ഫോം ഓഫ് ഡു ദ ഹൗണ്ട്സ് കിൽ ദ ഫോക്സ്? അപ്പോൾ തന്നിട്ടുള്ളത് ആക്റ്റീവാണ്, അതിൻ്റെ പാസീവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ ഒബ്ജക്റ്റ് ഏതാണ്? ദ ഫോക്സ് ആണ്.
ഓരോ ഓപ്ഷൻ നോക്കാം. ഈസ് ദ ഫോക്സ് അത് വരും. ആർ ദ ഹൗൺസ് അത് വരത്തില്ല. ഈസ് ദ ഹൗൺസ് വരത്തില്ല. ഈസ് ദ ഫോക്സ് ഇത് രണ്ട് വരും. ഇവിടെ ബീയിങ് ഉണ്ട്, എന്നാൽ ഇവിടെ ടെൻസ് നോക്കുക, കണ്ടിന്യൂസ് ഒന്നുമല്ല, അതുകൊണ്ട് ബീയിങ് അതും വരത്തില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ജസ്റ്റ് നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. ഈസ് ദ ഫോക്സ് കിൽഡ് ബൈ ദ ഹൗൺസ്. ഇവിടെ ആക്റ്റീവ് പാസീവ് ആകുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല, പക്ഷേ V3 അത് മാത്രം ചേഞ്ച് ആവും. അവിടെ കിൽഡ് ആയിട്ടുണ്ട്, കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, നെയ്തർ ഓഫ് ആസ് ഡാഷ് ഗോയിങ് ഫോർ ദ മാരേജ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഈസ്. അപ്പോൾ നെയ്തർ വരുമ്പോൾ നമ്മൾ സാധാരണ സിംഗുലർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആമുണ്ട്, ആം ഒരിക്കലും ഉപയോഗിക്കത്തില്ല. ബാക്കി ആറും വേറും പ്ലൂറലാണ്. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. നെയ്തർ ഓഫ് അസ് ഈസ് ഗോയിങ് ഫോർ ദ മാരേജ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 20 ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യങ്ങളും അതിനോട് അനുബന്ധിച്ച വിവരങ്ങളും ചേർത്ത് പഠിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.